ഗുഡ്നസ് ടി വിയുടെ ചാറ്റ് വിത്ത് ബിഷപ്പ് എന്ന പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടന്നു വരുന്നത് കോതമംഗലം രൂപതയുടെ അഭിവന്യ മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവാണ്. പിതാവിനെ നമുക്ക് കൃത്യമായി സ്വാഗതം ചെയ്യാം. പിതാവേ, സ്വാഗതം. താങ്ക് യു. പിതാവ് കോതമംഗലം രൂപതയുടെ മെത്രാനായി അഭിഷിക്തനായിട്ട് 11 വർഷവും പുരോഹിതനായിട്ട് ഏതാണ്ട് 44 വർഷങ്ങളും പൂർത്തിയാവുകയാണ്. അതിനും പിന്നോട്ട് പോകുമ്പോൾ വീട്ടിലായിരിക്കുന്ന സമയത്ത് ലഭിച്ച ഒരു ഉൾവിളി, ആ ഉൾവിളിയോടുള്ള പ്രത്യുത്തരമാണ് പിതാവിൻ്റെ ദൈവവിളി. ആ ഉൾവിളി, കർത്താവിൻ്റെ വിളി ശ്രവിക്കുവാൻ വ്യക്തികളോ സംഭവങ്ങളോ ഒക്കെ നമുക്ക് പ്രചോദനമായി തീരാം. അങ്ങനെ ഏതെങ്കിലും സംഭവങ്ങളോ വ്യക്തികളോ പിതാവിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്? ദൈവവിളി സ്വീകരിച്ചത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയൊരു ദാനമായിട്ട് ഞാൻ കരുതുകയാണ്. ദൈവവിളി സ്വീകരിക്കാനുള്ള സാഹചര്യങ്ങൾ കുടുംബത്തിലെ നല്ല സാഹചര്യം തന്നെയാണ്. കാരണം ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ വിശുദ്ധ പങ്കെടുക്കുവാനായിട്ട് പള്ളിയിൽ പോകുമായിരുന്നു. കുർബാനയ്ക്ക് കൂടുന്ന അൾത്താര ബാലനായിരുന്നു. കൂടാതെ എൻ്റെ ചാച്ചൻ്റെ അനുജൻ ഒരച്ഛനുണ്ട്, MCBS ജോസഫ് മടത്തിക്കണ്ടത്തിൽ. അദ്ദേഹം വീട്ടിൽ വരുമ്പോഴൊക്കെ നല്ല സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. അതുകൂടാതെ ചാച്ചൻ്റെ കസിൻ ഒരു ജെയിംസ് മടത്തിക്കണ്ടത്തിൽ CMI, ഇവരൊക്കെ വീട്ടിൽ വരുമ്പോഴൊക്കെ വലിയ സന്തോഷമായിരുന്നു. അവരുടെ ഇടപെടലും പെരുമാറ്റമൊക്കെ എന്നെ കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഞങ്ങളുടെ ഇടവകയിലുണ്ടായിരുന്ന വികാരിയച്ഛന്മാർ, അവർ ഇങ്ങനെ നടക്കാനൊക്കെ പോകുമ്പോൾ വീടുകളിൽ വരികയും ആളുകളെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ അതെനിക്ക് ഒരു നല്ലൊരു അനുഭവമായിരുന്നു. കൂടാതെ പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുക്കുകയും അതുപോലെ അൾത്താര ബാലൻ നിലയിൽ കുർബാനയ്ക്ക് കൂടുകയൊക്കെ ചെയ്യുമ്പോൾ അതും വലിയൊരു സന്തോഷത്തിൻ്റെ അവസരമായിരുന്നു. കുർബാനയ്ക്ക് കൂടുന്ന കുട്ടികളൊക്കെ ഒരുമിച്ച് വരുന്നു, പിന്നെ മിഷൻ ലീഗ് പ്രവർത്തിക്കുന്നു. അങ്ങനെ ആ ചെറുപ്പം മുതലേ ഒരു ദൈവവിളിയോട് ആഭിമുഖ്യം ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വീട്ടിലെ പ്രാർത്ഥനയും മാതാപിതാക്കന്മാരുടെ പ്രോത്സാഹനവും ഒക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് ഈ ദൈവവിളിക്ക് ആദ്യ കാരണം എന്ന് എനിക്ക് തോന്നുന്നത്. പിതാവിൻ്റെ കുടുംബത്തെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും ഒന്ന് ചുരുക്കമായി പറയാമോ? എൻ്റെ കുടുംബം, ഞങ്ങളുടെ നാട് പുറപ്പുഴയാണ്. പുറപ്പുഴ ഞങ്ങളൊരു സാധാരണ കർഷക കുടുംബത്തിൽ ഞാൻ ജനിച്ചു. ചാച്ചനും അമ്മച്ചിയും, അതോടൊപ്പം ഞങ്ങൾ 3 മക്കളാണുള്ളത്. ഞാൻ മൂത്തയാളാണ്. എൻ്റെ അനുജൻ ഔസപ്പച്ചൻ, ഒരു സഹോദരൻ, പിന്നെ ഒരു സഹോദരി, ഇളയാൾ സഹോദരിയാണ് വത്സമ. അവർ രണ്ടുപേരും ഇപ്പോഴേ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കുന്നു. അവർക്കും മക്കളും മക്കളുടെ മക്കളൊക്കെ ഉണ്ട്. ചാച്ചനും അമ്മച്ചിയും ഇപ്പം 90 വയസ്സ് കഴിഞ്ഞു, എങ്കിലും വളരെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ കഴിയുന്നു. അതുകൊണ്ട് അവരുടെ അധ്വാനവും പ്രാർത്ഥനയും പ്രോത്സാഹനവുമാണ് എൻ്റെ ഈ ദൈവവിളിക്കും അതുപോലെ തന്നെ വൈദിക ജീവിതത്തിലും ഉപകരിക്കുന്നത്. സഹോദരങ്ങളുടെയും അതുപോലെ മാതാപിതാക്കന്മാരുടെയും കുടുംബാംഗങ്ങളുടെയൊക്കെ പ്രോത്സാഹനവും പ്രാർത്ഥനയും എന്നും എന്നോടുകൂടി ഉണ്ട്. ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും വിശേഷങ്ങൾ ഗുഡ്നസ് ടി വിയിലൂടെ മധുരം ജീവിത സായാഹ്നം എന്ന പ്രോഗ്രാമിലൂടെ ജനങ്ങളിലേക്ക് അറിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതെ, അത് ഞാനും അന്ന് പോയിരുന്നു, വീട്ടിൽ പോയിരുന്നു. ഞാനും എൻ്റെ അനുഭവങ്ങളൊക്കെ ചെറുതായിട്ട് പറഞ്ഞിരുന്നു. അതും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം പ്രായമുള്ള മാതാപിതാക്കന്മാരെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അവരെ അഭിനന്ദിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ പ്രോഗ്രാം നടത്തിയതെന്ന് ഞാൻ കരുതുന്നു. ഏറെ സന്തോഷമുണ്ട്. ഒത്തിരി പേരെങ്ങനെ കണ്ടിട്ട് പറഞ്ഞു നല്ലൊരു പ്രോഗ്രാമാണെന്ന് പലരും പറഞ്ഞിരുന്നു എന്നോട്. പിതാവ് കാനോൻ നിയമത്തിലാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയിരിക്കുന്നത്, അതായത് ഡോക്ടറേറ്റ് നേടിയിരിക്കുന്നത്. പഠനം കഴിഞ്ഞ് വന്നതിന് ശേഷം വടവാതൂർ സെമിനാരിയിൽ പ്രൊഫസറായും വൈസ് റെക്ടറായും
നീണ്ടകാലം ഫോർമേഷനിലുണ്ടായിരുന്നു. ഏതാണ്ട് 17 വർഷക്കാലമാണ് ഫോർമേഷനിലുണ്ടായിരുന്നത്. 17 വർഷക്കാലം എന്ന് പറയുന്നത് വലിയ നീണ്ട വർഷമാണ്. തീർച്ചയായിട്ടും സെമിനാരിക്കാരുടെ പൾസ് അറിയാനായിട്ടൊക്കെ ആ കാലഘട്ടത്തിൽ സാധിക്കും. ഇന്ന് ആ ഫോർമേഷനിലേക്ക് നോക്കുമ്പോൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് ഫോർമേഷൻ എപ്രകാരമായിരിക്കണം, എന്തെല്ലാം മാറ്റങ്ങളാണ് വരേണ്ടത്, പിതാവിൻ്റെ ഭാവനയിൽ എന്തെല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ് ഉരുത്തിരിയുന്നത്? സെമിനാരി ഫോർമേഷൻ എന്നും സിനഡിലും KCBC ചർച്ചാ വിഷയമാണ്. അത് ഒരിക്കലും അവസാനിക്കാത്ത ചർച്ചയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സെമിനാരി ഫോർമേഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിങ്ങനെ ആ ഫോർമേഷൻ ഇങ്ങനെ കാലഘട്ടം അത് പഴയ ആ ശൈലിയിൽ നിന്ന് അധികം മാറ്റം വരാതെ തന്നെ മുന്നോട്ട് പോവുകയാണ്. കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം വരുന്നുണ്ടോ എന്നെനിക്ക് സംശയം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ സെമിനാരി ഫോർമേഷനിലും കൂടുതൽ ഇൻ്റലക്ച്വൽ ഫോർമേഷനിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പോഴും. അതേസമയം ആത്മീയമായിട്ടുള്ള ഒരു പരിശീലനം, ആത്മീയമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടായെങ്കിൽ മാത്രമേ വൈദിക പരിശീലനത്തിൽ കാര്യമായ ഫലം ചെയ്യുകയുള്ളൂ. എൻ്റെ ഒരു ചിന്ത എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സെക്കുലറൈസ്ഡ് ഫോർമേഷൻ പോലെയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം അതിലൊരു സ്പിരിച്വൽ ഔട്ട്ലുക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ വൈദികര് സ്പിരിച്വൽ ഡിസ്പെൻസേഴ്സ് ഓഫ് ഗ്രേസ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ പലപ്പോഴും അച്ഛന്മാരുടെ ജീവിതവും പ്രവർത്തനവും ഒക്കെ ഈ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യാപൃതരായിട്ട് ആത്മീയമായ കാര്യങ്ങൾ ചെയ്യാൻ സമയം കുറയുന്നു എന്നുള്ള ഒരു പരാതിയും ചിന്തയും എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ സെമിനാരി ഫോർമേഷനിൽ അത് തുടക്കം മുതലേ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നല്ല വൈദികരെ നമുക്ക് പരിശീലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അത് സെലക്ഷൻ്റെ കാര്യത്തിൽ, അതായത് കുടുംബങ്ങളിൽ നിന്നും സെലക്ഷൻ നടത്തുമ്പോൾ തന്നെ ഈ നല്ല വൈദിക പരിശീലനം, വൈദിക ജീവിതത്തോട് ആഭിമുഖ്യമുള്ള കുട്ടികളെ കണ്ടുപിടിക്കണം. അതുപോലെ നല്ല കുടുംബങ്ങളായിരിക്കണം, പ്രാർത്ഥനയും വിശ്വാസമുള്ള കുടുംബങ്ങളിൽ നിന്ന് മാത്രം വന്നാലേ ശരിയാകുള്ളൂ. അതുപോലെ മൈനർ സെമിനാരിയിലെ ഫോർമേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. മൈനർ സെമിനാരിയാണ് വാസ്തവത്തിൽ അതിൻ്റെ ബേസിസ് ആയിട്ട് നിൽക്കേണ്ടത്. നമ്മൾ കെട്ടിടം പണിയുമ്പോൾ അതിൻ്റെ അടിത്തറ നല്ലതല്ലെങ്കിൽ എന്തും പണിതാലും കെട്ടിടം താഴെ പോകും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മൈനർ സെമിനാരിയിലെ ഫോർമേഷൻ വളരെ പ്രധാനപ്പെട്ടത്. അതിനുശേഷം ഫിലോസഫി ഉണ്ട്, ഫിലോസഫിക്ക് ശേഷം പിന്നെ റീജൻസി ഉണ്ട്. ഞങ്ങളുടെ ഇവിടെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ റീജൻസി കഴിഞ്ഞിട്ട് ഒരു വർഷം മിഷൻ ഇയർ എന്ന രീതിയിൽ എല്ലാവരും ഒരു വർഷത്തേക്ക് മിഷൻ ഏരിയയിൽ പോയി വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു, തിയോളജിക്ക് മുമ്പായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ്. വളരെ ഫലപ്രദമായിട്ട് തോന്നി. ആദ്യം പോയപ്പോഴൊക്കെ അവർക്ക് വിഷമമായിരുന്നു, പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞങ്ങളത് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പം തിയോളജിക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു മിഷൻ എക്സ്പീരിയൻസ് കിട്ടാനും സാധാരണ ജനങ്ങൾ കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചിട്ട് തിയോളജിയിലേക്ക് പോകാനുമുള്ള ഒരു സംവിധാനം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഫോർമേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ് അവിടെ സെമിനാരിയിൽ പഠിപ്പിക്കുന്നവരും ഫോർമേറ്റേഴ്സ് എന്ന രീതിയിലുള്ളവർ. അപ്പം അവരുടെ അവൈലബിലിറ്റി, അവർ ഈ സ്റ്റുഡൻസിൻ്റെ കൂടെ നടക്കുന്നവരായിരിക്കണം എന്ന് ഞാൻ പറയും. ഒത്തിരി ആക്ടിവിറ്റീസ് ഓടി നടന്ന് ക്ലാസ് എടുക്കുന്നവരായി കഴിഞ്ഞാൽ ഫോർമേഷൻ ശരിയാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. അക്കമ്പനിമെന്റ് ഓഫ് ദ ഫോർമേറ്റേഴ്സ് അത് പലപ്പോഴും നടക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ഫോർമേഷനെ കുറിച്ച് എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. എന്ന് വെച്ചാൽ കുറച്ചുകൂടെയൊക്കെ വ്യക്തിപരമായിട്ട് ഈ സ്റ്റുഡൻസിനെ അറിയാനും അവരെ തിരുത്തലുകൾ വരുത്തി അവരെ നല്ല രീതിയിലേക്ക് പരിശീലിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഈ പരിശീലകർക്കുണ്ട്. അപ്പോൾ അത് ഞാൻ ഇപ്പോഴും പറയാറുണ്ട്. ഇങ്ങനെ കാര്യമാണ്, ഫോർമേഷനിലുള്ളവരും ടീച്ചേഴ്സും ഒരുപോലെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിരിക്കണം നിർബന്ധമില്ല. ഫോർമേറ്റേഴ്സ് ചിലപ്പം വലിയ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടാകണമെന്നില്ല. അത് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ളവരും ഫോർമേറ്റേഴ്സ് ആകാൻ സാധിക്കില്ല. ആ രണ്ടും വ്യത്യസ്തമായ രീതിയിൽ പോകുന്നതാണ്. ആ ഒരു രീതിയിൽ ഒരു ഫോർമേഷനിൽ മാറ്റം വരേണ്ടിയിരിക്കുന്നു ഞാൻ കരുതുന്നു. ഇന്നത്തെ യുവജനത കടന്നു വരുമ്പോൾ അവരുടേതായ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാവും. ആ കാഴ്ചപ്പാടുകളെ നമുക്ക് സഭയ്ക്ക് അനുയോജ്യമായ രീതിയിൽ, ദൈവജനത്തിന് അനുയോജ്യമായ രീതിയിൽ, ദൈവജനത്തെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന രീതിയിൽ അവരെ ഫോം ചെയ്തെടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫോർമേറ്റേഴ്സിൻ്റെ വലിയൊരു ഉത്തരവാദിത്വവും ഫോർമേഷൻ ചലഞ്ച് ആവുന്നതും അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. അത് ശരിയാണ്. പിന്നെ അതുപോലെ തന്നെ
ഈ വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിലൂടെ മാത്രമേ നമുക്ക് ഈ ശുശ്രൂഷ ഫലപ്രദം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ പ്രശ്നം തന്നെ നമ്മൾ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക, സ്ഥാപനങ്ങൾ റൺ ചെയ്യാൻ ഒരു പ്രൊഫഷണൽ രീതിയിലാണ് പലപ്പോഴും നമ്മുടെ പാസ്റ്റർ മിനിസ്ട്രിക്ക് പോകുന്നത്. അതേസമയം ഒരു അച്ഛൻ എന്ന് പറഞ്ഞൊരു ഫാദർ ഫിഗർ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ആ വ്യക്തികളെ അറിഞ്ഞ് അവരെ തിരുത്തുവാനും അവരെ സ്നേഹിക്കുവാനും സാധിച്ചെങ്കിൽ മാത്രമേ പൗരോഹിത്യ ശുശ്രൂഷ ഫലപ്രദമായി തീരുകയുള്ളൂ. ഇപ്പോൾ ഒരു പ്രൊഫഷൻ്റെ രീതിയിലാണ് പലപ്പോഴും, അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന രീതിയിലാണ് പലപ്പോഴും പോകുന്നത്. അതുകൊണ്ട് ആളുകൾ അതൊക്കെ അകന്നകം നിൽക്കുന്നു. എൻ്റെ ചിന്ത അതാണ്. നല്ലൊരു ചിന്തയാണ് പിതാവിൻ്റെത്. തീർച്ചയായിട്ടും ഫോർമേഷനിൽ ഒരു മാറ്റങ്ങൾ ആവശ്യമാണ്, കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളും ആവശ്യമാണ്. കോതമംഗലം രൂപതയെ സംബന്ധിച്ചിടത്തോളം രൂപതയുടെ ആരംഭവും പിതാവിൻ്റെ ആരംഭവും തമ്മിൽ ബന്ധമുണ്ട്. പിതാവിൻ്റെ ജനനം രൂപതയുടെ ജനനവും ഒരേ വർഷമാണ്. തീർച്ചയായിട്ടും പിതാവിന് രൂപതയായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് ദൈവം തന്നെ ഒരുക്കിയ ഒരവസരമാണെന്ന് എനിക്ക് തോന്നുന്നു. പിതാവ് ഈ രൂപതയിൽ വൈദികനായി, പിന്നീട് ഈ രൂപതയിൽ ഇടയനായി, ബിഷപ്പായി കടന്നു വരുമ്പോൾ പിതാവിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന വികാരം എന്തായിരുന്നു? ഞാനങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ കടന്നു വരുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. എന്നോട് പെണ്ണുകുട്ടി പിതാവ് പറഞ്ഞു പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു, റോമിൽ പഠിക്കാൻ. ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കാൻ ഇഷ്ടമില്ല, പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും സ്ഥാപനങ്ങളിലൊക്കെ ആയിരിക്കണം, അത് ബുദ്ധിമുട്ടാണ്, എനിക്ക് ഇടവകയിലാണ് താല്പര്യം എന്ന് പറഞ്ഞു. അമിത പറഞ്ഞു പഠിച്ചിട്ട് പോയതായാലും അത് കഴിഞ്ഞ് പിന്നെ ബാക്കി ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. പഠിച്ചു കഴിഞ്ഞ് വന്നപ്പോഴും ഞാൻ പിതാവിനോട് പറഞ്ഞു പിതാവ് എനിക്ക് ചെറിയ ഇടവക തന്നാൽ മതി. ചെറിയ ഇടവക തന്നു. 3 വർഷം കഴിഞ്ഞപ്പോൾ കോട്ടയത്തേക്ക് പോകാൻ പറഞ്ഞു. അവിടെ പോയി 17 വർഷം അവിടെ സെമിനാരി ഫോർമേഷനിലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് അന്ന് പോയപ്പോൾ എനിക്ക് അത്ര താല്പര്യമില്ലായിരുന്നെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞ് ഫോർമേഷനിൽ ശുശ്രൂഷ തുടങ്ങിയപ്പം ഒത്തിരി സന്തോഷമായിട്ട് എനിക്ക് തോന്നി. കാരണം എനിക്ക് ഈ അവിടെയുള്ള സെമിനാരിക്കാരുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം പുലർത്തുവാൻ സാധിച്ചു. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന പ്രൊഫസേഴ്സ്, ഞാൻ പഠിച്ചത് ആലുവയിലാണ്, പക്ഷേ ശുശ്രൂഷ ചെയ്തത് കോട്ടയത്താണ്. 2 വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ്. അവിടെ ചെന്നപ്പോഴൊക്കെ ആദ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം എനിക്കൊരു വ്യക്തിപരമായ എല്ലാവരോടും ഇടപെടാൻ താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഒത്തിരി സ്റ്റുഡൻസ് ഇപ്പോഴും അവരോട് നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. ഇപ്പോഴും നല്ല അച്ഛന്മാരാണ്. 800-800ഓളം അച്ഛന്മാർ ഞാൻ എൻ്റെ കാലത്ത് അവിടെ പഠിച്ചു പോകുന്നവരുണ്ട്. അവർ മിക്കവാറും പേര് എനിക്ക് അറിയാൻ സാധിക്കും. അപ്പം അങ്ങനെയൊരു ആ ബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ബന്ധം ഉള്ളത് കൊണ്ട് എനിക്ക് സന്തോഷം. എവിടെ ചെന്നാലും, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും സ്റ്റുഡൻസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പം അത് വാസ്തവം പറഞ്ഞാൽ ഞാൻ ഈ കോതമംഗലം രൂപതയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് ആരംഭിച്ചു. പക്ഷേ അത് കുറേ കൂടെ വ്യാപകമായ രീതിയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് അവസരം ലഭിച്ചു. അതിനുശേഷം പിന്നെ ഞാൻ കോട്ടയത്തു നിന്ന് തിരിച്ച് ഇടവകയിൽ വന്നു. ആരക്കുഴ ഇടവകയിലായിരുന്നു. അവിടെ 3 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ നിയോഗം ഏറ്റെടുക്കേണ്ടി വന്നത്. അപ്പം അങ്ങനെയാണ് ഇവിടെ വന്നത്. പിതാവിനെ ഞങ്ങൾ ദൂരെ നിന്ന് നോക്കിക്കാണുമ്പോൾ വളരെ ശാന്തനായ ഒരു രൂപത അധ്യക്ഷൻ, ഏവരോടും സ്നേഹത്തോടുകൂടെ പെരുമാറുന്ന ഒരു ഇടയൻ, അതുപോലെ തന്നെ ഇടവകളിൽ പിതാവ് ശുശ്രൂഷ ചെയ്തപ്പോൾ വ്യക്തിപരമായി ഓരോരുത്തരെ അറിയുവാനും അവരെ കേൾക്കുവാനും ക്ഷമയോടുകൂടെ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുവാനും എപ്പോഴും മുൻപന്തിയിലുണ്ട് എന്നുള്ളത് പല വ്യക്തികളിലൂടെ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിതാവായി അഭിഷിക്തനാകുന്ന സമയത്ത് ഏറ്റെടുത്ത മോട്ടോ തന്നെ കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 8-ാം തിരുവചനമാണ്, ലവ് നെവർ എൻഡ്സ്. അപ്പം സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഇടയ ജീവിതമായിരിക്കണം എന്ന് പിതാവ് നേരത്തെ തന്നെ തീരുമാനിച്ചതാണോ അതോ യാദൃച്ഛികമായി ഈ മോട്ടോ എടുത്തതാണോ? അത് നേരത്തെ തീരുമാനിച്ചൊന്നുമില്ല. നേരത്തെ മോട്ടോ എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് അറിയില്ലല്ലോ. അല്ല, പിതാവായതിനു ശേഷം അത് അനൗൺസ്മെന്റ് വരുന്നതിന് വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ എന്തെടുക്കണം എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ഞാൻ ചിന്തിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലവ് നെവർ എൻഡ്സ്, ഗോഡ് ഈസ് ലവ്, സോ ഗോഡ് നെവർ എൻഡ്സ്. അതുപോലെ തന്നെ ലവ് നെവർ എൻഡ്സ്. അപ്പം ആ ഒരു സ്നേഹബന്ധത്തിലാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധം, അധികാരികളുമായിട്ടുള്ള ബന്ധം, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം, പ്രകൃതിയുമായിട്ടുള്ള ബന്ധം, ഈ ബന്ധങ്ങളിലാണ് വാസ്തവ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം വളരുകയും അത് ധന്യമാകുകയും ചെയ്യുന്നത്. അപ്പം ആ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു.
ശാന്തത അത് അകലം നോക്കുമ്പോൾ ശാന്തമുള്ളൂ, അടുത്ത് നോക്കുമ്പോൾ ശാന്തമായിരിക്കുന്നില്ല. അത് മാതാപിതാക്കന്മാരുടെ ആ ഒരു സ്വഭാവത്തിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക്. കോതമംഗലം രൂപതയെക്കുറിച്ചൊന്ന് ചുരുക്കി പറയാമോ? കോതമംഗലം രൂപത 56 ഇത് രൂപം കൊണ്ടതാണ്. അന്ന് കോതമംഗലം ഇടുക്കി പ്രദേശങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നു. അതിനുശേഷം 2003 ഇടുക്കി പുതിയ രൂപതയുണ്ടായി. കോതമംഗലം രൂപത എന്ന് പറഞ്ഞാൽ അത് ഒരു ശാന്തമായിട്ട് തന്നെ പോകുന്ന ആൾക്കാർ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. ശാന്തനായ ഇടയന്റെ കീഴിൽ ശാന്തമായി പോകുന്ന ദൈവജനമാണ്. എന്നുവെച്ചാൽ ഇവിടെ അങ്ങനെയൊരു അതുപോലെ തന്നെ മറ്റ് മതസ്ഥരൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഹൈന്ദവരുണ്ട്, മുസ്ലിംസ് ഉണ്ട്, അവരൊക്കെ ശാന്തമായിട്ട്, അതുപോലെ യാക്കോബൈറ്റ്സ് ഒത്തിരി പേരുള്ള സ്ഥലം ഇവിടെ. അവരൊക്കെയാണ് നല്ല ബന്ധമുണ്ട് അവരുമായിട്ടും, വലിയൊരു കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല. പിന്നെ ഒരു കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ നമ്മൾ വലിയ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ വലിയ കച്ചവടങ്ങളോ അങ്ങനെയൊന്നും പരിപാടികളൊന്നും നമുക്കിവിടെ ഇല്ല. ശാന്തമായിട്ട് ജീവിക്കുവാൻ പറ്റുന്ന ഒരിടമാണ് എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, അച്ഛന്മാരാണേലും വളരെ നല്ല രീതിയിൽ സഹകരിക്കുന്നവരാണ്. അച്ഛന്മാർ ഒത്തിരി കഷ്ടപ്പെട്ട് ജീവിച്ച അച്ഛന്മാരാണ്. ഈ ഹൈറേഞ്ചിലൊക്കെ ആദ്യകാലങ്ങളിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഹൈറേഞ്ചിൻ്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ അധ്വാനിച്ചവർ ഈ കോതമംഗലം രൂപതയിൽ ഇപ്പോഴത്തെ പ്രായമുള്ള അച്ഛന്മാരാണ്. അവിടുത്തെ റോഡുകൾ, അവിടുത്തെ പള്ളി, അവിടുത്തെ സ്ഥാപനങ്ങൾ, സ്കൂളെല്ലാം ഈ അച്ഛന്മാരുടെ പ്രവർത്തന ഫലമായിട്ടുണ്ടായതാണ്. ഇന്നും അതുകൊണ്ട് ഹൈറേഞ്ചിലെ ആ പ്രായമുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് കാണാറുണ്ട്, അച്ഛന്മാരെ കാണാറുണ്ട്. അപ്പം അതുകൊണ്ട് ഈ കോതമംഗലം രൂപത എന്നുള്ളത് വാസ്തവം പറഞ്ഞാൽ ഒരു ശാന്തമായിട്ട് തന്നെ പോകുന്ന ഒരു രൂപതയാണ് എന്നുള്ള കാര്യം. കോതമംഗലം രൂപതയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഒരു കാര്യം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സഹായിക്കുക എന്നുള്ള ഒരു കാര്യം ഉദ്ദേശിക്കുന്നത്. അതിൽ ഞങ്ങൾ ഒരു 2015 മുതൽ 18 വരെയുള്ള 3 വർഷക്കാലം കെയർ ഫാമിലി എന്നൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. 525 പേർക്ക് വീട്ടുകാർക്ക് 1000 രൂപ വെച്ചിട്ട് മാസം കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഈ പ്രൊഫഷണൽ എഡ്യൂക്കേഷന് കുറേ പേരെ സഹായിക്കാനായിട്ട് സാധിച്ചു. പിന്നെ ഇപ്പോഴും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബിഗ് ഫാമിലീസ്, അത് ഫാമിലീസ് ഓഫ് ഡിവൈൻ പ്രോവിഡൻസ് എന്ന് ഞങ്ങൾ പറയുന്നത്, 4 അധികമുള്ള കുട്ടികളുള്ള കുടുംബങ്ങളെ സഹായിക്കാനായിട്ട്. അപ്പോൾ കുടുംബങ്ങൾ 4ാമത്തെ കുട്ടി 5ാമത്തെ കുട്ടിയൊക്കെ മാമുസായിക്ക് എന്നെ വിളിക്കും സാറിന്, ഞാൻ പോകാറുണ്ട്. പിന്നെ അങ്ങനെ കുട്ടികളുണ്ടാകുമ്പോൾ അവർക്ക് 25,000 രൂപ നമ്മൾ കൊടുക്കാറുണ്ട് ആ കുടുംബത്തിന്. പിന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അതുപോലുള്ള കുടുംബങ്ങളെ 2,500 രൂപ വെച്ച് മാസം കൊടുക്കുന്ന ഒരു പതിവ്. അതുപോലെ തന്നെ ഈ ക്യാൻസർ പേഷ്യൻസിനായിട്ട് ഉള്ള പദ്ധതിയുണ്ട്. അങ്ങനെയുള്ള പദ്ധതിയിൽ ഇപ്പം ഒരു 5-6 വർഷം കൊണ്ട് 4 കോടി രൂപകൾ നമുക്ക് കൊടുക്കാൻ സാധിച്ചു. ഇവിടെ തന്നെ കളക്ട് ചെയ്തതാണ്, അപ്പം അങ്ങനെ കളക്ട് ചെയ്ത് കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം എഡ്യൂക്കേഷന് നമ്മൾ കുട്ടികളെ സഹായിക്കുന്ന 35,000 രൂപ വെച്ച് 80 പേർക്ക് കൊടുത്തു, 1 വർഷം കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നു, ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ ആളുകളുടെ എല്ലാവരുടെയും കൂടെ സഹകരണത്തോടെ നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ മിഷനിലേക്ക് സഹായം കൊടുക്കുന്നുണ്ട്. അത് സാധാരണ ആളുകൾ തന്നെ താല്പര്യത്തോടു കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ സാധാരണ കുടുംബങ്ങളെ ഒന്ന് ശക്തീകരിക്കുക എന്നുള്ള ലക്ഷ്യം നമുക്കുള്ളത്. മലയോര കർഷകര് അതിജീവനത്തിനായി ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണിത്. കാർഷിക വിളകൾക്ക് വില കുറഞ്ഞു പോകുന്നു. അതോടൊപ്പം തന്നെ മറ്റു പല പ്രതിസന്ധികളും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പ്രത്യേകിച്ച് വന്യജീവികളുടെ ആക്രമണം, പലതരത്തിലും അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ രൂപത നടത്തിയിട്ടുണ്ട്, ഇടപെട്ടിട്ടുണ്ട്. പിതാവ് തന്നെയും പല സ്ഥലങ്ങളിലും പോയി അവരെ കാണുകയും അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. രൂപതയ്ക്ക് അതിനുവേണ്ടി ഈ കർഷകരെ സഹായിക്കുവാൻ വേറെ എന്തെങ്കിലും കർമ്മ പദ്ധതികൾ രൂപപ്പെടുത്താനായിട്ട് ഉണ്ടോ ഏതെങ്കിലും കർമ്മ പദ്ധതി? ഞങ്ങൾ ഈ കഴിഞ്ഞ പ്രാവശ്യം പാർക്കിൽ അസംബ്ലി കൂടിയിരുന്നു, കഴിഞ്ഞ വർഷം കൂടിയിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ കാർഷിക മേഖലയിൽ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, ഇപ്പം കർഷകർക്ക് പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ കിട്ടുന്ന സബ്സിഡികൾ, അതിനെക്കുറിച്ചൊക്കെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാർഷിക വായ്പ കിട്ടുന്ന സംവിധാനങ്ങളെക്കുറിച്ച്, അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഓൺട്രപ്രണേഴ്സ് സംരംഭകരുടെ ഒരു മീറ്റിംഗ് കൂടിയിരുന്നു. ഒരു 10-80 പേര് നമ്മുടെ രൂപതയ്ക്കുള്ളിൽ നിന്ന് വന്നിരുന്നവർ. അപ്പോൾ അവരെ കൂടെ ഉൾപ്പെടുത്തി
കാർഷിക മേഖലയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് കാർഷിക വിളകൾക്ക് വിലയില്ല. അതുകൊണ്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കൃഷി മാർഗങ്ങൾ നോക്കേണ്ടിയിരിക്കുന്നു. റബ്ബറാണ് മെയിനായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ വനത്തിനോട് അടുത്ത പ്രദേശങ്ങൾ 32 ഇടവകൾ വനത്തിനോട് ചേർന്നുണ്ട്. അവിടെയൊക്കെ ഈ വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്. അവരുടെ കഷ്ടപ്പാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൃഷി ചെയ്യും, ഫലമെടുക്കാറാകുമ്പോഴത്തേക്കും അതെല്ലാം മൃഗങ്ങൾ വന്ന് നശിപ്പിക്കുന്നു. അപ്പോൾ അവർക്ക് ഫലം കിട്ടാതെ വരുന്നു. അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പിന്നെ മറ്റുള്ളവരുടെ ആളുകളുടെ സഹകരണത്തോടു കൂടി ഗവൺമെൻറ്റിനെയും കൂടെ സഹകരണത്തോടു കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. യുവജനങ്ങൾ സഭയുടെ വലിയൊരു ഭാവി പ്രതീക്ഷയാണ്. യുവജനങ്ങൾ സഭയോട് ചേർന്ന് ചിന്തിക്കുവാനും സഭയോട് ചേർന്ന് പ്രവർത്തിക്കുവാനും സാധിക്കുമ്പോഴാണ് സഭയുടെ വളർച്ച എന്ന് പറയുന്നത്. നമ്മുടെ രൂപതയുടെ യുവജനങ്ങളെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായൊരു ഫോർമേഷൻ കൊടുക്കാൻ രൂപതയിൽ ഏതെങ്കിലും രീതിയിലുള്ള പദ്ധതികൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടോ? രൂപതയിൽ നമ്മൾ ഈ യുവജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരും. പ്രത്യേകിച്ച് ഇതാണ്, ഈ കോവിഡിൻ്റെ കാലത്ത് ഒത്തിരിയേറെ ആളുകൾ അകന്നു പോയിരുന്നു. പള്ളിയിൽ നിന്ന് അകന്നുപോയി, അതുപോലെ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയി. അങ്ങനെയുള്ള സാഹചര്യം വന്നപ്പോൾ നമ്മൾ പദ്ധതി ഉണ്ടാക്കി ഇങ്ങനെയാണ്. പള്ളിമറ്റം എന്നൊരു പ്രോഗ്രാം ഉണ്ട്. അതിങ്ങനെയാണ്, ഓരോ ഇടവകയിലും ഒരു ഞായറാഴ്ച ദിവസം ആ ഇടവകയിലുള്ള എല്ലാ യുവജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരും. നേരത്തെ തന്നെ ഇവരുടെ വീടുകളിൽ പോയി അവരെ ഇൻവൈറ്റ് ചെയ്ത് അവരെ ആ ദിവസം ഒരുമിച്ച് കൊണ്ടുവരും. പള്ളിമുറ്റം എന്ന് പറയണേ, കാരണം പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന മുമ്പായിട്ട് പള്ളിമുറ്റത്ത് വരണമെന്ന് കരുതി ആദ്യം, അതിനുശേഷം പള്ളിക്കകത്തേക്ക് കയറ്റാം. അപ്പം അതിന് നല്ലൊരു പ്രോഗ്രാമായിരുന്നു. ഏതാണ്ട് 60ഓളം ഇടവകളിൽ ആ പ്രോഗ്രാം നടത്തി. അത് വളരെ ഫലപ്രദമായിരുന്നു. അതിനുശേഷം പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാം, എല്ലാ ഇടവകയിലും അവർ കണ്ടിന്യൂ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ നെസ്റ്റിൽ ഒരു അവരുടെ ധ്യാനമുണ്ട്, യുവജനങ്ങളുടെ ധ്യാനമുണ്ട്. പിന്നെ അതുപോലെ ജീസസ് യൂത്തിൻ്റെ പ്രവർത്തകർ വളരെ ശക്തമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അവർ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈ പ്രോഗ്രാമിൻ്റെ അവസാനത്തേക്ക് പോകുമ്പോൾ ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകരോട് പിതാവിന് എന്താണ് പറയാനുള്ളത്? ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകർ നല്ല മനുഷ്യരാണ് ഞാൻ കരുതുന്നത്. കാരണം ഗുഡ്നസ് കാണാനല്ല വരുന്നവർ. അതുകൊണ്ട് അവരുടെ ഈ നല്ല രീതിയിലുള്ള ജീവിതം ഈ ഗുഡ്നസ് ടിവിയിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് ഗുഡ്നസ് ടി വി പ്രേക്ഷകർ ഈ പ്രോഗ്രാംസ് കാണുന്നതിൽ നിന്നും മാറിപ്പോകരുത്. എല്ലാ ദിവസവും കാണുവാനും അതോടൊപ്പം തന്നെ പോസിറ്റീവ് എനർജി സഭയോട് ചേർന്ന് പോസിറ്റീവ് എനർജി സ്വീകരിച്ച് നന്മയിൽ വളരുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതുവരെയും നമ്മളോടൊപ്പം ചാറ്റ് വിത്ത് ബിഷപ്പ് എന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തത് കോതമംഗലം രൂപതയുടെ അഭിവന്യ മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവാണ്. പിതാവിന് എല്ലാ പ്രേക്ഷകരുടെ പേരിലും പ്രത്യേകം നന്ദി പറയുന്നു. പിതാവെ നന്ദി. അടുത്ത ആഴ്ച ചാറ്റ് വിത്ത് ബിഷപ്പ് എന്ന ഈ പ്രോഗ്രാമിൽ മറ്റൊരു രൂപതയിലേക്ക് മറ്റൊരു പിതാവുമായി നമുക്ക് സന്ധിക്കാം. അതുവരെ ഏവർക്കും നന്ദി.